പിന്നെ ഞാൻ ഷാഫിയെ കാണുന്ന 2-3 വീഡിയോകളിലൂടെ ഞെട്ടിപ്പിക്കുന്ന ഗർജിക്കുന്ന പല പ്രസംഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും ആകർഷിച്ച അല്ലെങ്കിൽ എന്നെ ഏറ്റവും അദ്ദേഹത്തിന് അടുപ്പിച്ചൊരു വീഡിയോ പദയാത്ര മതിയായിരുന്നു. അറിയില്ലല്ലേ? അതായത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് ചിരിക്കാത്തത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞങ്ങള് ഒരു സൈക്കിൾ റാലി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിങ്ങനെ 100 ചില്ലറ കിലോമീറ്റർ ഉണ്ട്. ഇതിങ്ങനെ ഒരു കയറ്റം ഇങ്ങനെ ഭയങ്കരമായിട്ട് കയറാം. സൈക്കിളിൽ നിന്ന് ഇറങ്ങി ഉന്തി കയറ്റാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചവിട്ടിക്കൊണ്ടിരുന്നപ്പം ഞാൻ കൂടുതലോട് പറഞ്ഞു, എടാ പദയാത്ര തന്നെ മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ടിത് കേക്ക്, പദയാത്ര തന്നെ മതിയായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞ് അണ്ണന്റെ തന്നെ ബുദ്ധിയാണല്ലോ, അണ്ണൻ ചവിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആരോ മുമ്പിൽ നിന്ന് പറഞ്ഞ് ഇത് ലൈവാണ്, ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവനോട് കൈ കാണിച്ചു, എടാ അത് ഡിലീറ്റ് ചെയ്യടാ, ലൈവ് ആണെങ്കിൽ പോസ്റ്റ് ചെയ്യല്ല, ഡിലീറ്റ് ചെയ്യാം. അപ്പൊ അവൻ എന്നോട് തംസപ്പ് ഒക്കെ കാണിച്ചു. ഡിലീറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതും കൂടെ അവൻ ലൈവായി കൂടെ. അപ്പൊ ആ വീഡിയോ പറ്റിയാണ് ഈ അണ്ണൻ പറയുന്നത്. ഈ പുള്ളി ഇതിന് വിളിച്ചു വരുത്തണ്ടായിരുന്നു അല്ല, ആ വീഡിയോ ഞാൻ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ ഇന്ന് രാവിലെ എടുത്ത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന്. അതോടൊപ്പം അണ്ണന്റെ വേറൊരു വീഡിയോ ഉണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു സാധനമല്ല. എന്നെ ആർക്കോ തല്ലണം എന്ന് പറഞ്ഞോടോ അവനെ കൊണ്ട് വിളിക്കുക. അത് കണ്ടോണ്ടല്ലേ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാസ് കണ്ടില്ല? ഏതാ? അപ്പോ അണ്ണൻ വിളിച്ചതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. വിളിച്ചുകൊണ്ട് മാത്രം. അല്ലാതെ പൊതുവെ കോളേജ് പരിപാടികളൊക്കെ പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും ആൾക്കാരെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കാനുള്ള ധൈര്യമൊന്നുമില്ല. എന്തായാലും നല്ലൊരു നട്ടുച്ച സമ്മാനിക്കുന്ന എല്ലാവർക്കും ഇവിടെ വരാൻ കഴിഞ്ഞതിലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു.